ഇന്ന് നമുക്ക് നമ്മുടെ തറവാട്ടിലെ കുറച്ച് വിശേഷങ്ങളായാലോ. ഇത് നമ്മുടെ തറവാട്ടിൽ ഒരുപാട് പൂച്ചകളിൽ ഒരു പൂച്ച കേട്ടോ. ഈ പൂച്ചകളൊക്കെ കടിച്ച് മേമാൻ്റെ അടുത്ത് ഡോക്ടർ സങ്കണ്ട് പറയാൻ തുടങ്ങി. ഇനി പൂച്ച കടിച്ചിട്ട് വരരുത് എന്നുള്ളത്. നാടൻ പൂച്ചകളാണ്. ഇത് നമ്മളെ കാളക്കുട്ടൻ. ഞാൻ ഫീഡ് ചെയ്യാൻ പോവാറേ ഇല്ല, എനിക്ക് പേടിയാണ്. എൻ്റെ ആദ്യം ഹാമിദൊക്കെ പോവാറുണ്ട്. എൻ്റെ ആമിദൂട്ടന് മഞ്ചാടി പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനിങ്ങനെ ചെറുതായിട്ട് മഞ്ചാടി കളക്ട് ചെയ്ത് വെക്കണ ഒരു സ്വഭാവമുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ അലിഗേറ്റർ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന കുളമല്ല കേട്ടോ, നമ്മൾ നനക്കാനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. യൂസ് ചെയ്യലില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കാനൊന്നും ഇറങ്ങാറില്ല. പറമ്പ് നനക്കാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു കുളമാണ്. ഞാനും ലെമി മക്കളൊക്കെ കൂടെ പറമ്പിൽ കൂടെ ഒക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. യൂസ് ചെയ്യാത്ത കാരണം ആകെ പൊട്ടിപ്പൊളിഞ്ഞ് നാശമായിട്ടാണ് കിടക്കുന്നത്. ജാതിക്കൊന്നും മൂത്ത് വരുന്നേ ഉള്ളൂ. അപ്പം അതൊക്കെ ഇങ്ങനെ നോക്കി ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്. ഒരുപാട് കാലമായിട്ടോ ഞാൻ പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ലെമിനെ കൂട്ടിയിട്ടൊക്കെ ഒന്ന് ഇങ്ങനെ ഇറങ്ങിയതാണ്. ഞാൻ മഞ്ഞൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഏറ്റവും കൂടുതൽ സ്കിൻ കെയർ ചെയ്യുന്നത് മഞ്ഞളുമായിട്ടാണ് കേട്ടോ. പിന്നെ ഇത് നമ്മളെ കിണറാണ്, നേരത്തെ കണ്ട കുളമല്ല കേട്ടോ. ഇതിലൊരു പിരാനുണ്ട്, അതിനിപ്പോൾ കാണാനില്ല. അത് നമ്മൾ പണ്ടത്തെ നമ്മളെ ടാറ്റു ഉണ്ടല്ലോ, അതൊന്ന് നമ്മൾ അടിച്ചു നോക്കിയതാണ് കേട്ടോ. നല്ല വൃത്തിക്ക് കിട്ടി, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ആദ്യം ആമിദ് ഞങ്ങളെ കൂടെ ഇല്ല എന്നുള്ളത്. നോക്കിയപ്പോൾ ഉണ്ട് ആമിദും അലിഗേറ്ററിനെ കാണാനാണെന്നും പറഞ്ഞിട്ട് കുളത്തിൻ്റെ വക്കത്തിരിക്കണം. ഞാൻ അവനെ അവിടെ നിന്ന് പിടിച്ചിറക്കി വീട്ടിൽ പറഞ്ഞയച്ചു കേട്ടോ. ആദ്യമിനെയും പറഞ്ഞയച്ചു. ഞങ്ങൾ രണ്ടാളും കൂടെ ഇതാ വീണ്ടും ഇറങ്ങിയിട്ടോ. ചാലൊക്കെ ചാടി കടന്നു, അപ്പുറത്ത് കടന്നു. ഞങ്ങളിതാ വീണ്ടും ഓരോ കിളികളും പൂക്കളും പൂമ്പറ്റകളും ഒക്കെ ഉണ്ട്. കാണാനും നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര പീസ്ഫുള്ളായിട്ട് ഞങ്ങൾ ആസ്വദിച്ചങ്ങനെ നടന്നു. എൻ്റെ ലെമി നാരങ്ങക്ക് കല്ലെറിഞ്ഞ് വീഴ്ത്താൻ നോക്കട്ടോ. നമ്മളൊക്കെ എറിഞ്ഞാലുണ്ടോ വീഴണ്, മുന്നുള്ളവരൊക്കെ എറിഞ്ഞാലല്ലേ വീഴുള്ളൂ. ഉപ്പിയാണ് അപ്പാരൊക്കെ കല്ലെറിഞ്ഞ് വീഴ്ത്താറുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് എറിയണതാണ് ആള്. പോയി ഞങ്ങളൊരറ്റത്തെത്തിട്ടോ. ഞാൻ മക്കളൊക്കെ ഉണ്ടാവുന്നതിൻ്റെ മുന്നേ സ്ഥിരം എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്കിതാണ് കേട്ടോ പണി. പറമ്പിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കണം എനിക്ക്, ലെമിനെയും കൂട്ടിയിട്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ അറ്റത്തെത്തിയപ്പോൾ വേറൊരു തോട് കേട്ടോ. അതൊക്കെ നോക്കി. പിന്നെ നമ്മളെ ലെമി മഞ്ഞളാന്നും വിചാരിച്ച് പറിച്ചത് കൂവയാണ്. കൂവൻ്റെ അടിയിലും തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ വീട്ടിലെത്താൻ നേരത്തുണ്ട് രണ്ടുപേരും നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മളെ ആമിദും ആത്തിമും. പിന്നെ ഇതാ നമ്മൾ കുറച്ചും കൂടി ഉണ്ടായിരുന്നുള്ളൂ വീട്ടിലേക്ക് എത്താനായിട്ട്. നമ്മൾ അവിടെ എത്തിയത് നമ്മൾ ലെമിയുടെ സൈക്കിളാന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞു. ഇതെന്തോ ഒരു നാരങ്ങയാണ്. ഇത് നമ്മളെ കുട്ടകത്തിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുള്ളതാണ്, മഴവെള്ളം. ഇങ്ങോട്ട് വായോ, ഇത് വേണം എൻ്റെ കയ്യിലുണ്ട്, വായോ ഇങ്ങോട്ട് വായോ. ഇത് നമ്മളെ വീടിൻ്റെ സൈഡിൽ കൊണ്ടുള്ള ഒരു തോടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളെ വിശേഷം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബായ്.